ആസിഫ്, അവിടെ നിന്ന് ശബ്ദമൊക്കെ കേൾക്കാം. രാവിലെ തന്നെ സജീവമായി തുടങ്ങിയല്ലേ? പ്രധാനമന്ത്രി എത്തുന്ന വേദിയിലാണോ ആസിഫ് ഉള്ളത്? അവിടെ എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും പ്രധാനമന്ത്രി 11 മണിക്കാണ് ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. അതിനാവശ്യമായുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ സുരക്ഷാ നടപടികളടക്കം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ പ്രധാനമന്ത്രി ഒരു 3 മാസത്തിനിടയിൽ തന്നെ ഇപ്പോൾ 3ാം തവണയാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ആദ്യം വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തുകയും അതിനുശേഷം ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തൃശ്ശൂരിനെ തന്നെയും മധ്യകേരളത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആലത്തൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളടക്കം ഇന്ന് നടക്കുന്ന പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി വന്നിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പ്രവർത്തകരും BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും പോലീസ് സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. BJP പ്രവർത്തകർ അതിൻ്റെ മറ്റ് അലങ്കാരപ്പണികളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനഘട്ട തിരക്കിലാണ് ഉള്ളത്. പ്രധാനമന്ത്രി 11 മണിക്കാണ് ഈ കുന്നംകുളത്തെ പൊതുവേദിയിൽ പ്രസംഗിക്കുക. തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം വോട്ട് തേടുകയും ചെയ്യും. അദ്ദേഹം 10:30 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൻ്റെ ഹെലിപ്പാഡിലെത്തും. പിന്നീട് റോഡ് മാർഗമാണ് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് എത്തുക. എന്തായാലും ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ ഈ ഒരു പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. 4 മാസത്തിനിടെ മാത്രം ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂർ സീറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP വലിയ പ്രതീക്ഷയിൽ നോക്കിക്കാണുന്ന ഒരു സീറ്റാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശ്ശൂരിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP പങ്കുവെക്കുന്ന ഒരു സീറ്റ് കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള സന്ദർശനം അടക്കം ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളം വിലയിരുത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തുന്ന പ്രധാനമന്ത്രിയും തൃശ്ശൂരിൽ മറ്റ് 3 മണ്ഡലങ്ങളിലെ ആലത്തൂരിലെയും പൊന്നാനിയിലെയും അടക്കം പാലക്കാടിലെയും അടക്കം സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായി BJP മുന്നോട്ട് പോകുമ്പോൾ അതിന് തൃശ്ശൂരിൽ തന്നെ പ്രധാനമന്ത്രിയുടെ യോഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതും ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുന്നംകുളം നഗരത്തിൽ 9 മണിയോടുകൂടി പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. എന്തായാലും 10:30 ഗുരുവായൂർ കോളേജ് ഗ്രൗണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമായിരിക്കും കുന്നംകുളത്തെ ഈ ഒരു വേദിയിലേക്ക് എത്തുകയും ഇവിടെ ജനങ്ങളെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുക. എന്തായാലും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ജിൽസി.